2026 ICC പുരുഷ ടി20 ലോകകപ്പിലെ നിർണായക സൂപ്പർ 8 പോരാട്ടത്തിൽ ഫെബ്രുവരി 22-ന് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം ആധിപത്യം സ്ഥാപിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെതിരെ 76 റൺസിന്റെ മികച്ചൊരു വിജയമാണ് അവർ നേടിയത്. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ ടൂർണമെന്റിൽ തുടക്കത്തിൽ ചില തിരിച്ചടികൾ നേരിട്ടതിനുശേഷം പോലും ദക്ഷിണാഫ്രിക്ക 187 റൺസിന്റെ വലിയൊരു സ്കോർ ഉയർത്തി. എന്നാൽ നിലവിലെ ടി20 ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയുടെ അച്ചടക്കമുള്ള ബോളിംഗ് ആക്രമണത്തിനു മുന്നിൽ ഈ ലക്ഷ്യം വിജയകരം കഴിഞ്ഞില്ല. ഫെബ്രുവരി 21-ന് ആരംഭിച്ച കടുത്ത മത്സരം നടക്കുന്ന ഈ സൂപ്പർ 8 റൗണ്ടിൽ ഈ വിജയത്തിന് രണ്ട് ടീമുകളുടെയും മുന്നോട്ടുള്ള യാത്രയിൽ വലിയ പ്രാധാന്യമുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ വിജയം ആത്മവിശ്വാസം നൽകുന്നതിനൊപ്പം പോയിന്റ് നിലയിലും മുന്നേറ്റമുണ്ടാക്കും. എന്നാൽ ഇന്ത്യക്കാകട്ടെ സെമിഫൈനൽ സ്ഥാനം ഉറപ്പിക്കാൻ ശേഷിക്കുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കും. മൊത്തം 20 ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഇവരെ 4 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർ സൂപ്പർ 8-ലേക്ക് മുന്നേറും. അതിനുശേഷം സെമിഫൈനലുകളും ഫൈനലുമായിരിക്കും. ദക്ഷിണാഫ്രിക്കയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പരിചയസമ്പന്നനായ ഡേവിഡ് മില്ലറാണ്. അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് പ്രകടനത്തിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത്. ഇടങ്കയൻ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്ന മില്ലർ വെറും 35 പന്തിൽ 63 റൺസ് വാരിക്കൂട്ടി ടീമിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് കരകയറ്റി 187 എന്ന മികച്ച സ്കോറിലേക്ക് എത്തിച്ചു. ടി20 ഇന്റർനാഷണലുകളിലെ ഏറ്റവും മികച്ച മധ്യനിര ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് താനെന്ന് മില്ലർ ഈ പ്രകടനത്തിലൂടെ ഒരിക്കൽ കൂടി തെളിയിച്ചു. സൂര്യകുമാർ യാദവ് നയിച്ച ഇന്ത്യയെ പക്ഷേ ലക്ഷ്യം അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ത്യയുടെ ടി20 ടീം ക്യാപ്റ്റനും പ്രധാനപ്പെട്ട ഒരു വലങ്കയൻ മധ്യനിര ബാറ്റ്സ്മാനുമായ സൂര്യകുമാർ യാദവ് 22 പന്തിൽ 18 റൺസ് മാത്രമാണ് ടീം സ്കോറിലേക്ക് കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. റൺറേറ്റ് കുതിച്ചുയർന്നപ്പോൾ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ടി20 ലോകകപ്പ് പോരാട്ടങ്ങൾ എത്രത്തോളം തീവ്രമാണെന്നും സമ്മർദ്ദഘട്ടങ്ങളിൽ ഒരു തകർപ്പൻ പ്രകടനം ഒരു കളിക്കാരന് എത്രത്തോളം വിജയം സമ്മാനിക്കുമെന്നും ഈ മത്സരം നമുക്ക് കാണിച്ചു തരുന്നു. ഇന്ത്യയുടെ ഇന്നിംഗ്സിലുടനീളം ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ ശരിക്കും വരിഞ്ഞുകെട്ടി റൺസെടുക്കാൻ ഒട്ടും അവസരം കൊടുത്തില്ല. ദക്ഷിണാഫ്രിക്കയുടെ ഇടങ്കയ്യൻ പേസ് ഓൾറൗണ്ടറായ മാർക്കോ ജാൻസൺ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞുകെട്ടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കൂട്ടത്തിൽ ലുങ്കി എങ്കിഡിയും മികച്ച ബൌളിംഗ് പ്രകടനത്തോടെ പിന്തുണ നൽകി. എയ്ഡൻ മാർക്രമിന്റെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് ഇന്ത്യക്ക് ഒരിക്കലും പൂർണ്ണമായി കരകയറാൻ കഴിഞ്ഞില്ല. മറുവശത്ത് വാഷിംഗ്ടൺ സുന്ദറിനെപ്പോലെയുള്ള വലങ്കയൻ ഓഫ് സ്പിന്നർമാരും മിസ്റ്ററി ലെഗ് സ്പിന്നർ വരുൺ ചക്രവർത്തിയെപ്പോലുള്ളവരും അടങ്ങിയ ഇന്ത്യൻ ബൌളിംഗ് നിര ദക്ഷിണാഫ്രിക്കയെ കുറഞ്ഞ സ്കോറിൽ ഒതുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ മില്ലറുടെ അവസാന ഓവറുകളിലെ വെടിക്കെട്ട് പ്രകടനം ഇന്ത്യൻ ബൌളർമാർക്ക് ഒട്ടും നിയന്ത്രിക്കാനായില്ല. അതോടെ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഒരു സ്കോറിലേക്ക് കുതിച്ചുകയറി. നേടിയ സ്കോർ വിജയകരമായി പ്രതിരോധിക്കാൻ പേസ് ബൌളർമാരെയും സ്പിന്നർമാരെയും ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായി ഉപയോഗിച്ചത് നിർണായകമായി. 2026-ലെ ടി20 ലോകകപ്പിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഗ്രൂപ്പ് സ്റ്റേജ്, പിന്നാലെ സൂപ്പർ 8, സെമി ഫൈനലുകൾ, ഒടുവിൽ മാർച്ച് 8-ന് ഇന്ത്യയിലെ അഹമ്മദാബാദിൽ വെച്ച് ഗംഭീര ഫൈനൽ. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ് ടൂർണമെന്റ് നടത്തുന്നത് 8 വേദികളിലായിട്ട്. അതുകൊണ്ട് സൂപ്പർ 8-ലെ ഓരോ മത്സരത്തിനും വലിയ പ്രാധാന്യമാണ്. ആദ്യ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യ ഗ്രൂപ്പ് എയിലും സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് ഡിയിലുമായിരുന്നു. സൂപ്പർ 8-ലെ ഇവരുടെ ഈ ഏറ്റുമുട്ടൽ കാണിക്കുന്നത് നോക്കൌട്ട് സ്റ്റേജുകളിലേക്ക് കടക്കാൻ ടീമുകൾ എത്രത്തോളം കടുപ്പത്തിലാണ് മത്സരിക്കുന്നതെന്നാണ്. 2024-ലെ ടി20 ലോകകപ്പ് നേടിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി വരാനിരിക്കുന്ന സൂപ്പർ 8 മത്സരങ്ങൾക്കുള്ള അവരുടെ തന്ത്രങ്ങളും ടീം കോമ്പിനേഷനും ഉടൻ തന്നെ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നു. മറുവശത്ത് സൗത്ത് ആഫ്രിക്കയുടെ ഈ വിജയം അവർക്ക് കിരീടം നേടാനുള്ള യാത്രയിൽ വലിയൊരു അടിത്തറ നൽകുന്നുണ്ട്. ടൂർണമെന്റിന്റെ നിർണായക ഘട്ടത്തിൽ മികച്ച ടീമുകൾക്കെതിരെ അവരുടെ കഴിവ് അവർ നേരത്തെ തെളിയിച്ചിരിക്കുകയാണ്. ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പ് 2026 അതിന്റെ സൂപ്പർ 8 ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയും കടുപ്പമേറിയ മത്സരങ്ങളും അപ്രതീക്ഷിത അട്ടിമറികളും നമുക്ക് കാണാനാകും. ദക്ഷിണാഫ്രിക്കയുടെ ക്വിന്റൺ ഡിഗോക്കിനെപ്പോലുള്ള പരിചയസമ്പന്നരായ കളിക്കാർ, ഒപ്പം വളർന്നുവരുന്ന യുവതാരങ്ങൾ എന്നിവരുടെ പ്രകടനം വളരെ നിർണായകമാകും. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് തങ്ങളുടെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒത്തുചേർന്ന് ശേഷിക്കുന്ന സൂപ്പർ 8 മത്സരങ്ങൾ നന്നായി മുതലാക്കേണ്ടതുണ്ട്. മാർച്ച് 4, 5 തീയതികളിലേക്കും മാർച്ച് 8-ന് ഫൈനലിലേക്കും ടൂർണമെന്റ് നീങ്ങുമ്പോൾ ഓരോ മത്സരഫലവും യോഗ്യതാ സാധ്യതകളിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള കടുത്ത പോരാട്ടം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. 2020 ലോകകപ്പിലെ ഈ പുതിയ അംഗം ലോകവേദിയിൽ ഏറ്റവും ചെറിയ ഫോർമാറ്റായ ക്രിക്കറ്റിന്റെ പ്രവചനാതീതവും ആവേശകരവുമായ സ്വഭാവത്തെ കൂടുതൽ തെളിയിക്കുന്നു. 2020 ലോകകപ്പ് കിരീടത്തിനായുള്ള തങ്ങളുടെ മുന്നേറ്റം തുടരുമ്പോൾ ഇരു ടീമുകളും ഇപ്പോൾ തങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തും.